ഹലോ കൂട്ടുകാരെ, എൻ്റെ നന്മ വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഈ വീഡിയോ 2-3 ദിവസമായി എടുത്തു വെച്ചിട്ട് അപ്പോൾ ഇടാൻ പറ്റിയിട്ടില്ല. ഞാൻ ഹോസ്പിറ്റലായിരുന്നു അച്ഛനെ കൊണ്ട് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ. അപ്പോൾ അച്ഛൻ്റെ ഒക്കെ കുറവായി. ഇപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്. അതിൻ്റെ ഇടയിലാണ് നമുക്ക് ഇവിടെ നല്ല മഴയും കാറ്റും പിന്നെ വയനാട് പ്രദേശത്തെ വലിയൊരു ഭൂകമ്പം ഉണ്ടായതും എല്ലാം. അപ്പോൾ അതിൻ്റെ ഒരു വിഷമത്തിലാവും എല്ലാവരും. അതുകൊണ്ട് ചാനലൊന്നും എല്ലാവരും നോക്കുമ്പോഴും ഈ സംഭവം മാത്രമേ കാണാൻ പറ്റുള്ളൂ. റേഡിയോ തുറന്നാലും പിന്നെ ഫോൺ നോക്കിയാലും TV തുറന്നാലൊക്കെ ഈ ന്യൂസ് തന്നെ കാണാൻ പറ്റുള്ളൂ. ഇത് ഷൊർണൂർ പുഴയാണ്, ചെറുതുരുത്തി. ഞങ്ങളുടെ വീടിൻ്റെ അവിടെയുള്ള പുഴയാണ്. ഫുള്ളായി നിറഞ്ഞിട്ടുണ്ട്. അപ്പം വീട്ടിൽ പോയാൽ വീടിൻ്റെ അവിടുത്തെ അവസ്ഥ 2 ദിവസം മുന്നെയാണ്. അവിടെയൊക്കെ വെള്ളം കുറേ ഒരുപാടൊന്നും വന്നില്ല. എന്നാലും പുഴ, കിണർ, കുളം പിന്നെ പാടങ്ങളും റോഡൊക്കെ ഒന്നിച്ചായി. വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. കാരണം ഈ സംഭവം നടന്ന കാരണം, വയനാട്ടിലത്തെ സംഭവം നടന്ന കാരണം ഇതൊന്നും ഒരു പ്രശ്നമല്ല. അപ്പോൾ ഇപ്പോൾ പിന്നെ സുരേഷ് ഗോപിയൊക്കെ ഇതിനൊക്കെ കണ്ടു. പിന്നെ ഒരുപാട് മരണങ്ങൾ ഇപ്പോഴും എടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറേ ആൾക്കാരൊക്കെ സ്കൂളുകളിലും അവിടെ ഇവിടെയൊക്കെ ആക്കിയിട്ടുണ്ട്. അത് പറയേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനൊരാഴ്ചയായിട്ട് ഇപ്പോൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും അതിൻ്റെ വഴിക്ക് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഞങ്ങളുടെ ഇവിടെ വീടിൻ്റെ അവിടെ നിന്ന് ആൾക്കാർ പൈസ ആയിട്ടും പിന്നെ അയൽക്കൂട്ടം വഴിയൊക്കെ പൈസയൊക്കെ കൊടുക്കുന്നുണ്ട് അവർ സഹായിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ഷോപ്പിലെത്തിയിട്ടുണ്ട്. അപ്പോൾ വീടിൻ്റെ അവിടെയൊക്കെ വെള്ളം വന്നു എന്നൊക്കെ പറഞ്ഞാലും ഞങ്ങൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ അതിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ അധികം ഒന്നും അറിയില്ല. അപ്പോൾ വീടിൻ്റെ അവിടെ പോയേക്കിയിട്ട് ഞാൻ അവിടുത്തെ വിശേഷങ്ങളൊക്കെ അവിടെ പോയിട്ട് കാണിക്കാം. അപ്പോൾ ഒരാഴ്ചയായിട്ട് അച്ഛനെ കൊണ്ട് ചേച്ചിമാർ ഞങ്ങളൊക്കെ ഹോസ്പിറ്റലിനായിരുന്നു. അതിൻ്റെ ഇടയിലാണ് കടയൊക്കെ തുറക്കാറ്. അപ്പോൾ മഴയൊക്കെ പെയ്തിട്ട് ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. അപ്പോഴേക്കും വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ വാഴാലിക്കാവ് പറയും. ഞങ്ങൾ പൂരത്തിനൊക്കെ പോകുന്ന വാഴാലിക്കാവ് അവിടുത്തെ അമ്പലമല്ല, നമ്മൾ കൂത്തുമാടെന്നൊക്കെ പറയും. അതൊക്കെ ഓട് മാത്രമാണ് കാണാൻ പറ്റിയത്. അതുവരെയും വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 ദിവസം വെയിൽ തെറിച്ചപ്പോഴാണ് വെള്ളമൊക്കെ എല്ലാ സ്ഥലത്തും ഒരുവിധം എല്ലാ സ്ഥലങ്ങളിലും വെള്ളമൊക്കെ കുറവായിട്ട് കുറച്ച് സമാധാനം കിട്ടിയത്. ഞാൻ ഈ സമയത്തൊക്കെ ഹോസ്പിറ്റലായത് കൊണ്ട് ഒന്നും അറിയാൻ പറ്റിയില്ല അധികമൊന്നും. വീട്ടിലെത്തിയപ്പോഴും നല്ല കുറച്ച് അത്യാവശ്യം വെള്ളമൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ കിണറൊക്കെ നല്ലോണം നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ബക്കറ്റൊക്കെ എടുത്തിട്ട് കൈ കൊണ്ട് ഇങ്ങനെ മുക്കാത്രയും വെള്ളം നിറഞ്ഞൊഴുകിയിട്ടുണ്ടായിരുന്നു. പിന്നെ അധികം ആൾക്കാരൊന്നും പുറത്ത് കാണാനില്ല. എല്ലാവരും ഈ മഴയൊക്കെ കാരണം ഒക്കെ വീടിൻ്റെ ഉള്ളിലൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ വെയിൽ തെറിച്ച കാരണം എല്ലാവർക്കും സമാധാനം കിട്ടിയിട്ടുണ്ട്. പിന്നെ അവിടെ തിരച്ചിൽ നടക്കുന്ന ആൾക്കാരും അത് ഇപ്പോൾ അത് ന്യൂസ് വെച്ചാൽ തന്നെ അറിയാം എത്ര ജനങ്ങൾ ഇപ്പോഴും അവിടെ പോയിക്കൊണ്ടിരിക്കുന്നതും പിന്നെ ആൾക്കാരെ ഇനിയും തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നതും 350 പേരോളം മരണങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ഇപ്പോൾ. ഇപ്പോൾ ഇതൊക്കെ നോക്കുമ്പോൾ നമ്മളൊക്കെ ഭാഗ്യം ചെയ്ത ആൾക്കാരാണ്. ഇവിടെ ഒന്നും ഒരു കുഴപ്പമൊന്നുമില്ല. ഞങ്ങളുടെ ഈ ഭാഗത്തൊന്നും വെള്ളം വരുന്നുള്ളൊരു പുഴയും പാടമൊക്കെ ഒന്നാവും എന്നുള്ളൊരു പ്രശ്നം തന്നെയുള്ളൂ. വേറെ ഒരു കുഴപ്പമില്ല കേട്ടോ. ഇപ്പം വീട്ടിലേക്ക് നടന്ന് പോണ ഒരു സംഭവമാണ്. അപ്പോൾ വീടിൻ്റെ അവിടുത്തെ വെള്ളത്തിൻ്റെ ഇതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. വേറെ ഇതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ റോഡും പാടും ഞങ്ങളുടെ വെള്ളിയാട്, അതായത് ചെറിയൊരു സ്ഥലമാണ് മാന്നന്നൂർ വെള്ളിയാട് പറഞ്ഞ സ്ഥലം. ഇതാണ് ഞങ്ങളുടെ വാഴാലിക്കാവിൻ്റെ അവിടുത്തെ ഉള്ളൊരു സ്ഥലം. പിന്നെ ഇത് വെള്ളിയാട് പാടും പിന്നെ റോഡും കൂടി ഒന്നിച്ചായതാണ് കേട്ടോ. ബസ്സുകളൊക്കെ നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയും വെള്ളം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് റോഡ് കേട്ടോ. പിന്നെ ഞാൻ വീട്ടിലൊക്കെ എത്തിയപ്പോൾ ഉറവൊക്കെ പിടിച്ചിട്ട് നല്ല വെള്ളമൊക്കെ അധികം അങ്ങനെ വരുന്നുണ്ടായിരുന്നു വീടിൻ്റെ 4 പുറമൊക്കെ. പിന്നെ കിണറിൻ്റെ അവിടെയൊക്കെ ഒന്ന് നോക്കി
അപ്പോൾ കിണറിൻ്റെ അവിടെ നോക്കിയപ്പോൾ കിണറും നല്ലോണം നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ ലൈവാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്, വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ മഴയുള്ള സമയത്ത് ഞാൻ ഇവിടെ ഇല്ലാത്ത കാരണം, അല്ലെങ്കിൽ ഞാൻ വീടിൻ്റെ അവിടെ മുറ്റൊക്കെ നിറഞ്ഞിട്ട് വീടിൻ്റെ അടുക്ക് നല്ലോണം വെള്ളം വന്നു പറഞ്ഞതൊക്കെ അതൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇതാണ് ഞങ്ങളുടെ കിണർ. ഇപ്പോൾ ബക്കറ്റ് കൊണ്ട് തന്നെ ഇങ്ങനെ കൈ കൊണ്ട് മുക്കാന്ന് പറഞ്ഞ പോലെ ആയിട്ട് കണ്ടോ, ഇത്രയും വെള്ളമാണ്. അടുത്ത് അങ്ങനെ വെള്ളം നിറഞ്ഞൊഴുകിയിട്ടുണ്ടായിരുന്നു കിണറിൽ. പിന്നെ പൈപ്പിലൊന്നും വെള്ളമില്ല. വെള്ളത്തിൻ്റെ അവിടെയൊക്കെ അപകടം, അതായത് കറണ്ടൊന്നും ഇല്ലാതെ മോട്ടറിൻ്റെ അവിടെയൊക്കെ കേട് പറ്റിയിട്ടുണ്ട്. പുഴയിലല്ലേ അവിടെ മോട്ടറൊക്കെ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് പിന്നെ ആടൊക്കെ അത് പുറത്തേക്ക് വന്നപ്പോൾ ആടിനൊക്കെ ഭയങ്കര ഒരു സന്തോഷമുണ്ട്, മഴയൊക്കെ ഒന്ന് പോയല്ലോ എന്നുള്ളൊരു സന്തോഷം. പാവം വിശന്നിട്ട് അതൊക്കെ തിന്നെയാണ് കേട്ടോ. ഇലയൊക്കെ കുറേയൊക്കെ നനവൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ കാണിക്കാനുള്ളൂ. വീട്ടിലെ അമ്മയും വിജയേട്ടനൊക്കെ ഇവിടെ ഉണ്ട്. അങ്ങനെ ഞാനിത് ഡ്രസ്സൊക്കെ മാറി രാവിലെ ഹോസ്പിറ്റലിൽ നിന്ന് കഴിച്ചതാണ്. പിന്നെ ഉച്ചയ്ക്ക് ചായയാണ് കുടിച്ചത്. അപ്പം വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഊണ് കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഞാൻ 2-3 ദിവസമായി എടുത്ത് വെച്ചിട്ട്, അപ്പോൾ ഇപ്പോഴാണ് എനിക്ക് ഇടാൻ പറ്റിയത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോ എനിക്ക് ഇടാനുണ്ട്. അപ്പോൾ അതും കൂടി ഞാൻ കാണിച്ചു തരാം. പുഴയുടെ ഒരു വീഡിയോ ആണ് കാണിക്കാനുള്ളത്, അതും കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. പിന്നെ പുതിയ കൂട്ടുകാരൊക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മുന്നത്തെ വീഡിയോ എല്ലാം കാണാൻ ശ്രമിക്കണം. അങ്ങനെ ഞാനും അമ്മയും കൂടി